Well, ഹായ് ഡോക്ടർ ഫഹദ്, വെൽക്കം ടു മധുരഗീതം. thank you, Vidya. നമ്മള് പണ്ട് ബാലചന്ദ്ര മേനോൻ സാറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്നോ ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സിനിമ ഭയങ്കര രസമാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ ഡോക്ടർ ഉണ്ടല്ലോ എന്ന് നമ്മൾ ആദ്യം വിചാരിച്ചു കേട്ടോ. എന്നാൽ ഇത് വെറും ഒരു ഡോക്ടർ അല്ല, പാട്ട് പാടുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഫഹദ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടർ ഫഹദോ, ആ പേര് ഞങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടല്ലോ. ഓഫ് കോഴ്സ് യെസ്, മലയാളികൾക്ക് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പിന്നണി ഗായകൻ കൂടിയാണ്. സോ വെരി വെരി ഹാപ്പി ടു ഹാവ് ദിസ് കോൺവെർസേഷൻ വിത്ത് യു. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ജോയിനിങ് us. No, thank you for inviting me to this show. താങ്കളുടെ ഒരു സംഗീതയാത്രയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഐ തിങ്ക് ഇൻവേരിയബ്ലി എവ്രി വൺ മസ്റ്റ് ഹാവ് ആസ്ക്ഡ് യു ദിസ് ക്വസ്റ്റ്യൻ, ആ ഒരു ഐക്കോണിക് ഡെബ്യൂ സോങ്ങിനെ പറ്റിയിട്ട് അല്ലേ? Absolutely. Yes. ഫാസിൽ സാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. ആൻഡ് ഫഹദ് ഫാസിലിന്റെ ഡെബ്യൂ മൂവി കൂടിയായിരുന്നു. ഫഹദിന്റെ ഡെബ്യൂ മൂവി, ഔസേ ബച്ചൻ സാറിന്റെ മ്യൂസിക്, ഔസേ ബച്ചൻ സാറിന്റെ സംഗീതം, രമേശൻ നായരുടെ ലിറിക്സ്. അതെ, അപ്പം ആദ്യത്തെ ഗാനം അതായിരുന്നു. ആദ്യത്തെ ഗാനം പൂവേ ഒരു മഴമുത്തം. മഴമുത്തം. അതെ. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്കായിട്ട് പലരെയും പോലെ ഞാനും ഇത് പൂവേ ഒരു മണിമുത്തം എന്നാണ് എന്റെ മനസ്സിൽ എവിടെയോ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതെ, പലയിടത്തും ഞാൻ പോകുമ്പോൾ ആൾക്കാർ പറയും പൂവേ ഒരു മണിമുത്തം താങ്കളല്ലേ പാടിയത്. പക്ഷേ പുഴ ഒരു മണിമുത്തല്ല, പൂവേ ഒരു മഴമുത്തമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റിയ തെറ്റാണെന്ന് ചമ്മി ചൂടിപ്പോയിരിക്കുകയായിരുന്നു. പക്ഷെ പലർക്കും മഴമുത്താണെങ്കിലും മണിമുത്താണെങ്കിലും പാട്ട് ഒരു ഭയങ്കര ഒരു അടിപൊളി പാട്ടാണ് എനിക്ക് പാടാൻ കിട്ടിയത്, ആദ്യമായിട്ട് പാടാൻ കിട്ടിയ ഗാനം. സോ ദാറ്റ് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. ഫാസിൽ സാറിനോടും ഔസേ ബച്ചൻ സാറിനോടൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അത്രയും നല്ലൊരു ഗാനം, ഒരു ഡെബ്യൂ ഗാനമായിട്ട് കിട്ടിയത് തന്നെ. എങ്ങനെയാണ് ഈ ഡെബ്യൂ ഗാനം സംഭവിക്കുന്നത്? സോ ഞാൻ ദുബായിലായിരുന്നു പഠിച്ചതും വളർന്നതൊക്കെ, MBBS ചെയ്തതും അവിടെ തന്നെയാണ്. അപ്പം ഫാസിൽ സാർ അവിടെ വരും, ഇടയ്ക്കിടയ്ക്ക് വരെ ഇഷ്ടംപോലെ ഷോസ് ഉണ്ടാവാറുണ്ടല്ലോ, മലയാളം മ്യൂസിക് ഷോസും കാര്യങ്ങളും. അപ്പോൾ ഐ ബീൻ മീറ്റിംഗ് ഫാസിൽ സാർ ഫോർ ദ ലാസ്റ്റ് 3-4 years. വരുമ്പോഴൊക്കെ പോയി കാണും, ഇങ്ങനെ സാർ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ ഫൈനലി സെഡ് ഓക്കെ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ. സോ ഈ സെഡ് ഐ ഗിവ് യു എ പോർഷൻ ഇൻ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കോൾ മീ. പക്ഷെ അതിന്റെ ദാറ്റ് വാസ് ഒരു MB ശ്രീകുമാർ സാറിന്റെ കൂടെ ഒരു ചെറിയൊരു പോർഷൻ പാടാനുള്ള ഇതായിരുന്നു. അപ്പം ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചു, സർ ഡു യു തിങ്ക് ദിസ് വുഡ് ബി എ ഗുഡ് ബ്രേക്ക് ഫോർ മീ? ആൻഡ് ഇറ്റ് വാസ് എ വെരി സ്മോൾ പോർഷൻ. സോ ഐ ആസ്ക്ഡ് ഹിം ദാറ്റ്. സോ പുള്ളി പറഞ്ഞു ഓക്കെ, നിനക്ക് ഞാൻ എൻ്റെ അടുത്ത മൂവിയിൽ ഐ എം ഗോയിങ് ടു ഗിവ് യു എ സോങ്. ആൻഡ് ആസ് പ്രോമിസ്ഡ് he gave me one of the most beautiful songs I could have ever hoped for. Right. So അങ്ങനെയാണ് പൂവേ ഒരു മഴമുത്തം പാടാൻ എനിക്കൊരു അവസരം കിട്ടിയത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ പാട്ട്, ആ സിനിമ സാമ്പത്തികമായ ഒരു വിജയമായിരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞ് ഫഹദ് ഫാസിൽ ഓൾറെഡി ഒരു ലെജൻഡ് ആയി കഴിഞ്ഞു. Exactly. പക്ഷെ ആ പാട്ട് ഇറ്റ് വാസ് എ ബ്രേക്ക് ഔട്ട് ഹിറ്റ് ഈവൻ ദെൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിത് ഈ പാട്ട് TV കണ്ടിട്ടുണ്ട്. ആ പാട്ട് അന്നും ഹിറ്റായിരുന്നു, ഇന്നും ഹിറ്റാണ്. ഇപ്പോഴും എന്നെ നാട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് പറയും, റേഡിയോയിൽ നിങ്ങൾ പാട്ട് കേട്ടു. ഇറ്റ് ഇസ് റെഗുലർലി ബീങ് പ്ലേഡ്. സോ ദാറ്റ് ഇസ് ദിസ് സോങ് ഇസ് എച്ച്ഡ് നൗ എനി ടൈം ഇറ്റ് ഇസ് ദേർ ഇൻ മെമ്മറീസ് ഓഫ് പീപ്പിൾ. സോ ദാറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. ലവ്ലി. ഈ പാട്ട് പഠിക്കാനായിട്ട് നാട്ടിലെത്തിയ ഔസേ ബച്ചൻ സാറ് നേരിട്ട് പഠിപ്പിച്ചു തരികയാണോ, ട്രാക്ക് കേട്ട് പഠിക്കുകയാണോ, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? ഇത് ഔസേ ബച്ചൻ സാറായിരുന്നു പഠിപ്പിച്ചത്. അതെ, നേരിട്ട് പഠിപ്പിച്ചത്. ഞാൻ മദ്രാസിലെത്തുന്നു, AVM സ്റ്റുഡിയോയിലായിരുന്നു. I have heard about this AVM studio, the iconic studio in Chennai. AVMC സ്റ്റുഡിയോ ആണ്. നമ്മൾ പല ഇന്റർവ്യൂവിലും AVMC സ്റ്റുഡിയോ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം so it was a great feeling, to go there. അപ്പൊ ഫാസിൽ സാർ ഉണ്ട്, ഫഹദും ഉണ്ടായിരുന്നു അന്ന് അവിടെ. So it was his first movie. So young Fahad is there and ഔസേ ബച്ചൻ sir, ഫാസിൽ sir, എല്ലാരും ഉണ്ട്. ഉപ്പ ഉണ്ടായിരുന്നു കൂടെ. He had come with me, traveled with me to Chennai. So that was my first debut, walking into the studio. ഔസേ sir, meeting him, very jovial guy, saying okay, ഇതാണ് പാട്ട് എന്ന് പറഞ്ഞിട്ട് he's singing it for me. He's done a pre-recorded track with his voice for പൂവേ. അപ്പൊ അതൊന്ന് കേൾപ്പിച്ചു തന്നിട്ട് he's like, okay, this is what we're going for take. And it was amazing feeling. It was a ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ്. കാരണം ഇതുവരെ നമ്മൾ സ്റ്റേജിൽ മൈക്ക് പിടിച്ചിട്ട് മോണിറ്ററിൽ കേട്ടിട്ടുള്ള ഒരു വോയിസ് അല്ലേ കേട്ടിട്ടുള്ളൂ. ദിസ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ മീ ടു സിംഗ് ഇൻ എ സ്റ്റുഡിയോ എൻവയൺമെന്റ് ആൻഡ് ഓൾ. അതിന് മുമ്പേ ഞാൻ ട്രാക്ക് പാടാൻ പോയിട്ടുണ്ട് നാട്ടിൽ. സോ ഐ ഹാഡ് സം ഐഡിയ. പക്ഷേ ഫോർ സിംഗിങ് ഫോർ എ മൂവി ഫോർ ദ ഫസ്റ്റ് ടൈം, ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊതിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് താങ്കളുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. സോ ക്യാൻ ഐ റിക്വസ്റ്റ് എ ഫ്യൂ ലൈൻസ് ഓഫ്? ഷുവർ. ഈ പാട്ടിന്റെ അനുപല്ലവിയും ചരണമാണ് ഞാൻ എന്റെ വോയിസിൽ വന്നത്. കാരണം ഫഹദ് പാടുന്ന ആ പോർഷൻ ആയിരുന്നു. സോ ദിസ് വാസ് ദ സ്റ്റാർട്ടിങ്. ഓരോരോ വാക്കിലും നീയാണെൻ സംഗീതം, ഓരോരോ നോക്കിലും നൂറല്ലോ വർണ്ണങ്ങൾ, ജീവന്റെ ജീവനായി നീ എന്നെ പുൽകുമ്പോൾ
രാവെല്ലാം രാവാകും പൂവെല്ലാം പൂവാകും ഹൃദയമന്താരമല്ലേ നീ, ഹൃദയമന്താരമല്ലേ നീ, മധുരമാമോർമ്മയല്ലേ പ്രിയരജനി, പൊന്നമ്പിളിയുടെ താഴമ്പൂ നീ ചൂടുമോ, പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, തേനായൊരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ. ഒരുപാട് പേരെ അവരുടെ കോളേജ് കാലഘട്ടത്തേക്കും അവരുടെ കൗമാരക്കാലത്തേക്കും പ്രണയത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ് സത്യം. അപ്പൊ ഈ പാട്ട് ഓഫ് കോഴ്സ് ഇറ്റ് പുട്ട് യു ഓൺ ദ മാപ്പ് ആൻഡ് ദെൻ ദർ വാസ് എ മ്യൂസിക്കൽ ട്രജക്ടറി ദാറ്റ് ഹാപ്പൻഡ്. അതിന് ശേഷവും കുറെ നല്ല ഗാനങ്ങൾ താങ്കളെ തേടി വന്നിരുന്നു. അപ്പൊ ആ ഗാനങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഫാസിൽ സാറിന്റെ അസിസ്റ്റൻസ് ആയിരുന്നു സിദ്ദീഖ് ലാൽ. അപ്പം അങ്ങനെയാണ് എനിക്ക് കല്യാണരാമനിൽ പാടാൻ കിട്ടുന്നതും ക്രോണിക് ബാച്ചിലർ പാടാൻ കിട്ടുന്നതും. ടു അസിസ്റ്റൻസ് ഓഫ് ഫാസിൽ സർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ദെയർ നെക്സ്റ്റ് മൂവീസ്. സോ ക്രോണിക് ബാച്ചിലറുള്ള പാട്ട് വാസ് ആൻ അമേസിംഗ് സോങ്. അഗൈൻ യു മസ്റ്റ് ഹാവ് ഹേർഡ് ചിലയിൽ നിന്നും another amazing song to get. So I was really excited, you know, like നമ്മൾ ആദ്യം ഒരു സിനിമയിൽ പാടാൻ പോകുമ്പോൾ to get such beautiful songs to sing, അതൊരു blessing തന്നെയാണ്. To get, you know, such kind of songs. You may get songs to sing, but are they, you know, are they going to be memorable songs that people are going to remember for ages to come? That is a big blessing. So അതിനോട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പം ക്രോണിക് ബാച്ചിലർ വാസ് എ ദീപക് ദേവ് മ്യൂസിക്, ദീപക് ദേവിന്റെ സംഗീതത്തിലായിരുന്നു. So that was his first movie. And അതില് നമുക്ക് പാടി തന്നെ അങ്ങോട്ട് ചെയ്യാം. Of course, yes, അതല്ലേ വേണ്ടത്. La 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 la. ശിലയിൽ നിന്നും ഉണരു നീ, എന്റെ ഗന്ധർവനായി വരൂ നീ, പുഴയിലും മലർവനിയിലും തണുത്തലിയും നിതാ രജനി, നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായലയും കടൽ ഞാൻ, ഹിമശില നീ തടശില നീ, തമസിൽ നിന്നും ഉണരുമോ, ശിലയിൽ നിന്നും ഉണരു നീ. ലവ്ലി ലവ്ലി. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ഇവിടെ ഈ ഹെഡ്ഫോണും വെച്ച് കേൾക്കുമ്പോൾ എന്ത് സുഖാന്നറിയോ. യുവർ വോയിസ് ഇസ് സോ സൂതിങ്. Thank you so much. Absolutely a pleasure to listen to you. അപ്പോൾ ഇത് പറയുമ്പോൾ മമ്മൂക്കയുടെ ഒരു ചിത്രം കൂടിയാണ് ക്രോണിക് ബാച്ചിലർ അല്ലേ? അത് രണ്ട് സിനിമയിലും മമ്മൂക്കുണ്ട്. കയ്യെത്തുനിരത്തിന് ചെറിയ ഗസ്റ്റ് റോൾ ഉണ്ട്. ഓക്കെ ഓക്കെ ലവ്ലി. അപ്പൊ ആദ്യത്തെ രണ്ട് പാട്ട് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വേണ്ടി പാടി തീർച്ചയായിട്ടും പറയാം. ഇപ്പൊ പാട്ട് ഓഫ് കോഴ്സ് റെക്കോർഡിംഗിലേക്ക് എത്തി, പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു അധ്വാനം ഉണ്ടല്ലോ, ഒരു ശ്രമം ഉണ്ടാവുമല്ലോ. അപ്പൊ ചെറുപ്രായം തൊട്ട് പാട്ടിൽ ട്രെയിനിങ് എടുത്തിരുന്നോ? ഞാന് പറഞ്ഞ പോലെ ദുബായിലായിരുന്നല്ലോ പഠിച്ചും വളർന്നതൊക്കെ. ദുബായിൽ ഇതിന് മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് പഠിക്കാനും ഇതിനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ബിഗ് ബ്ലെസ്സിങ്. ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഇൻ മിഡിൽ ഈസ്റ്റ്, ആ ഒരു അവസരം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഗിരിജ ടീച്ചറും പിന്നെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സാറിന്റെ ബ്രദറായ രാംദാസ് പുള്ളി, ഇവരായിരുന്നു എന്റെ ഗുരുക്കള്. അപ്പൊ 8 വർഷം ഞാൻ കർണാട്ടിക് സംഗീതം പഠിച്ചു ദുബായിൽ തന്നെ. കുറച്ച് ചെറിയ ചെറിയ കച്ചേരികളുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് പാടുകയും ചെയ്തു. ഒബ്വിയസ്ലി ഇറ്റ് വാസ് നോട്ട് മെയിൻ സ്ട്രീം കർണാട്ടിക് അല്ല, പക്ഷെ ഐ യൂസ് ടു എൻജോയ് സിംഗിങ് കർണാട്ടിക് സോങ്സ് ആസ് വെൽ. അപ്പൊ അങ്ങനെ അവിടെ കുറെ കാലം പഠിച്ചു, അവിടെ കുറെ ഷോസ് ഒക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് എ നൈസ് എക്സ്പീരിയൻസ്. കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫോം ഓഫ് മ്യൂസിക് ആയതുകൊണ്ട്, ഇഷ്ടപ്പെട്ട ഫോം ഓഫ് മ്യൂസിക് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, അന്ന് പഠിച്ച ഏതെങ്കിലും കൃതി ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി മൂളാൻ പറ്റും? എന്റെ മനസ്സിൽ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് കൃതി എന്ന് പറഞ്ഞാൽ ഹംസധ്വനി രാഗമാണ്. അതിലുള്ള ഒരു സുഖം വേറെയാണ്. That used to be, I think that was the first kirtanam that I sang as well, so probably that's why I like that the most. Tadarina na 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 nadarina
ദദരി നന ആ ആ മാതാപി ഗണപതിം ഭജേ ഹം മാതാപി ഗണപതിം ഭജേ ഹം മാതാപി ഗണപതിം ഭജേ ഹം. താങ്ക് യു. എനിക്ക് വേണം മേലെ കൊണ്ടുപോയി നിർത്തിയപ്പോ ഗാന്ധാരം പഞ്ചമൊക്കെ പിടിച്ച് നിർത്തുമ്പോ ഓഡിയൻസ് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ ശ്രീവിനായകാണോ പാടാൻ പോണേന്ന്. ശ്രീവിനായകം മാമാമ്യഹം. രണ്ടും ഹംസധ്വനി അല്ലേ? ഭയങ്കര ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ സോങ്സ് ഇൻ ഹംസധ്വനി അല്ലേ? ഗ്രേറ്റ്. അതിന്റെ ഒരു ഫീൽ തന്നെ വേറെയാണ് ഹംസധ്വനിയുടെ. സോ ഐ തിങ്ക് ദാറ്റ്സ് പ്രോബബ്ലി വൈ ഐ ലൈക്ക് ദീസ് സോങ്സ്. ലവ്ലി. ഇപ്പൊ ഇവിടെ പ്രാക്ടീസിങ് ഡോക്ടർ മ്യൂസിക് തെറപ്പി യൂസ് ചെയ്യുന്നുണ്ടോ? ഹംസധ്വനിയും പാട്ടുകളും. മെഡിക്കൽ സയൻസിന് പറ്റാണ്ട് വരുമ്പോൾ ചിലപ്പോൾ മ്യൂസിക് തെറപ്പി യൂസ് ചെയ്താൽ ഇറ്റ് മേ ഹെൽപ്പ്. യു നെവർ നോ അല്ലേ? There is a whole system of music therapy in the world. So I'm sure it can be used. കാനഡയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. വന്നിട്ട് ഇപ്പൊ 1 വർഷം ആയിട്ടുള്ളൂ ഞാൻ കാനഡയിൽ. സോ അതിന് മുമ്പേ I was in UK ലായിരുന്നു. അപ്പൊ എന്റെ മ്യൂസിക് ജേർണിനെ പോലെ തന്നെ എന്റെ മെഡിക്കൽ കരിയറും വാസ് വെരി ഡിഫറെന്റ് ഐ വുഡ് സേ. കാരണം ഞാൻ നാട്ടില് പോയിരുന്നു. ഇപ്പം MBBS കഴിഞ്ഞ് നാട്ടിൽ പോയി. അവിടെ പോയി എമർജൻസി മെഡിസിൻ കുറച്ചു കാലം ചെയ്തു. പിന്നെ ഐ വെന്റ് ടു ദി UK. ഒരു 10 years ഓർത്തോപെഡിക് സർജൻ ആയിരുന്നു. സോ ഐ വർക്ക്ഡ് ആസ് എൻ ഓർത്തോപെഡിക് സർജൻ ഇൻ UK. അത് കഴിഞ്ഞിട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ഡ്യൂ ടു വാട്ട് എവർ റീസൺസ് ഐ ഹാഡ് ടു ചേഞ്ച് മൈ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഫാമിലി മെഡിസിനിലോട്ട് റീട്രെയിൻ ചെയ്തു. Then I thought I want to explore the world. It's only one life. I want to see what is out there. അങ്ങനെ ഓസ്ട്രേലിയ പോണോ കാനഡയിൽ പോണോ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ I thought why not Canada? You only live once. Let's explore the world എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. So in your decision to make medicine your passion and profession, you probably had to sacrifice a little bit of music. Because you're moving out of India and coming to this place. Was it a difficult choice? When did you make that decision between music and medicine? I think that's a very difficult question you just asked there. Small sacrifice in music, it was a big sacrifice because for me, both are really important to me. So music and medicine. So medicine is kore padichu buddhimuttittanallo doctor aanu. So I don't want to leave that off either. But at the same time, ദൈവമായിട്ട് തന്ന ഒരു ശബ്ദം. I don't want to waste that either. So it was a very difficult decision, especially movie singing എന്നൊക്കെ പറഞ്ഞ unlike I was living in Dubai. ഈ പറഞ്ഞ റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ദുബായിന്ന് നാട്ടിൽ പോയി പാടിയിട്ട് തിരിച്ചു വരുന്നതാണ് each time. I'm going and singing and coming. So it was not very practical to be doing it on long term basis. Even like Rahman sir, ഞാൻ ചെന്നൈയിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ You met the Rahman sir. I met D.A.R. Rahman in his Panchtan studio. Yes. Oh my God, we want to know more about this. With him, he's sitting by his keyboard. He's just saying what is your scale പറഞ്ഞിട്ട് he's made me sing 3-4 songs in the studio. ഞാൻ ആ കൈ ഒന്ന് കൊഞ്ചം ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഇതൊക്കെ എപ്പോഴെങ്കിലും വളരെ അപൂർവത്തിൽ നടക്കുന്ന സാധനങ്ങളാണ്. So then he said, I really like your voice. It's really different. But I want you in Chennai. I cannot have you in Dubai and I cannot keep calling you back and forth. You need to come and settle down in Chennai. We can work something together. ഇതൊക്കെ പറഞ്ഞിട്ട് then I'm stuck. ഞാൻ MBBS കഴിഞ്ഞ് നിൽക്കുകയാണ്. മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിനോട് ഇത് നാട്ടിൽ പോയി ഇത് തന്നു കഴിഞ്ഞാൽ മെഡിസിൻ ഇസ് ഔട്ട്. I can't do both. അപ്പൊ അങ്ങനെ പിന്നെ what I felt is, to be putting it bluntly on a radio station, I don't mind doing it because it's happened. There's a lot of politics. In generally I'm saying in music industry ishtambola politics ഉണ്ട്. So you got to really, it's not easy as people think. പാട്ട് പാടിയോ ഈ പാട്ട് പാടിയോ അപ്പൊ ഇനിയിപ്പോ എന്തായാലും മറ്റു പാട്ടുകളൊക്കെ കിട്ടുമല്ലോ. It's not that. You got to really dig hard, dig deep. So I felt there was a little bit of a few things that happened along the way as well. ഇപ്പൊ നമ്മൾ പാടിയിട്ട് സ്റ്റുഡിയോ പോയി പാടുന്നു, എന്നിട്ട് തിരിച്ചു പോയി ഇരിക്കുമ്പം you are suddenly seeing that song is coming out in somebody else's voice. And then after singing, people calling and saying, okay, we need this much, only then we'll play your song. അങ്ങനെ പല instances ഉണ്ടായിട്ടുണ്ട്. So then I thought, why should I go for these things? I'm a doctor. I want to be doing service, and I can do service being a doctor as well. I mean, the kind of service we do as musicians, people come to us and say that you brought joy to our heart. We're listening. Ipo nerthe Vidya parnu kettappo bhayangara soothing thoni. It fills my heart with joy to hear that. But at the same time, somebody comes and tell me, thank you for diagnosing my dad with this cancer, you saved his life. That's also the same feeling. So
I thought I've got both of these blessings that God has given me. Yeah. I can carry on doing medicine. Yeah. And along the way I can use my music. There's Absolutely. no problem. സിനിമയെ പാടിയോണ്ട് മാത്രം മ്യൂസിഷ്യൻ ആവണമെന്നോ ഇല്ലല്ലോ. Yeah, and ഇന്ന് കാലഘട്ടവും മാറി. ഇന്നിപ്പോ കാനഡയിൽ ഇരുന്നുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പ്ലോർ എനിത്തിങ് ദാറ്റ് യു വാണ്ട്. നമ്മുടെ കയ്യിലാണ് ലോകം, നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിൽ ഒതുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ലോകം. സോ ഓൺ ദാറ്റ് നോട്ട്, so you did decide to explore medicine and you're now here. But on the music front, ഇപ്പൊ കാനഡയിലാണെങ്കിലും, are there any projects that you are envisioning future-ൽ? Actually next week Eid ആണല്ലോ. So I've got a show Mac എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ. Okay. There's a music Eid program ഉണ്ട്. So they've invited me to sing for that. Lovely. Yeah. അപ്പൊ അതുണ്ട്. പിന്നെ I done ഇപ്പൊ AKMG എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അപ്പൊ അവരുടെ ഇതിനൊക്കെ വിളിച്ചിരുന്നു. So I'm doing music shows. Yeah, I've been seeing you in different musical circles. ഇപ്പൊ ഒരുപാട് ലൈവ് ഷോസിലൊക്കെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. Yeah, so Canada is giving that opportunity as you know. You've been here much longer, so you know that opportunities are here. Right. അപ്പം പാട്ട് നമ്മുടെ കൈ വിട്ടു പോകേണ്ട ആവശ്യമില്ല. We can still carry that along. And I definitely hope that I will be able to carry that along. Lovely. And where are you practicing ipo? So currently I'm in Brampton. Okay. I'm working at Springdale Medical Center. Okay. പിന്നെ കേൾക്കണ എല്ലാവർക്കും I am taking patients, so please come over. അതെ, പാട്ട് കേൾക്കാനല്ലാട്ടോ, ഞാനിവിടെ ഉണ്ട് ക്ലിനിക്കിന്റെ മാർക്കറ്റിംഗ് ആയിട്ട് തുടങ്ങിയത്. അല്ല, മാർക്കറ്റിംഗ് ഒന്നുമില്ല, കേൾക്കുന്നവരവിടെ വന്നിട്ട് സാറെന്ന പാട്ട് പാടും. പാട്ട് പാടലല്ല, ഇവിടെ ചികിത്സിക്കലാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. അതെ, പാട്ട് പാടിയാല് നടക്കൂല. But lovely. But before I let you go, താങ്കൾ പാടിയതിൽ എന്നും പാടാൻ ആഗ്രഹമുള്ള, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ മൂളുന്നതായ മറ്റൊരു ഗാനം കൂടി ഞങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ പറ്റും? ഇത് ഞാൻ പാടിയ പാട്ടായിരുന്നു. ഞാൻ പാടിയ പാട്ടിൽ ഇപ്പം എന്റെ ഏറ്റവും 2 ഫേവറേറ്റ്സ് ആണ് ഞാൻ പാടിയത്. ഷിലയിൽ നിന്നും ആൻഡ് പൂവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് കല്യാണരാമന്റെ പാട്ട് വാസ് നോട്ട് എ ബാഡ് വൺ. ഇറ്റ് വാസ് നല്ലൊരു പെപ്പി നമ്പർ, ഡിഫറെന്റ് ടൈപ്പ് ടു വാട്ട് ഐ സാങ് ദി ഫസ്റ്റ് 2 songs. ഓക്കേ. റക്കടൽ കടഞ്ഞെടുത്ത രാഗമുത്തുപോലെ കൂടമഞ്ഞിലോടി ഓടി വന്നതെന്തിനാണു നീ? ഒന്നു മിണ്ടുവാൻ, കൂടുവാൻ, ഒന്നു കാണുവാൻ, മനം പകുത്തു നൽകുവാൻ ഞാൻ വന്നു വേഴാമ്പലായി, പൂത്തു നിന്നു നീലാമ്പലായി. താങ്ക് യു. കല്യാണരാമൻ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് ആഘോഷിച്ച ഒരു സിനിമയായിരുന്നു. I remember this song. So lots of good songs from you, and we look forward to hearing more of you in Canada. Live performances aavate or your own single albums, which we are looking forward to, and we also look forward to having you again in the studio. The best part of hosting this radio show is getting to meet artists like you, and listeners also enjoy listening to songs. So thank you once again for joining us. And ഈ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഉണ്ട് താങ്കളുടെ. ഞാനത് പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. ഈ ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ സ്റ്റുഡിയോയിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് ആ ഗാനമാണ്. Okay. So until we see next. Thank you. Thank you, Vidya. Yeah.